ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറിയാണ്. നെത്തോലി മീനാണ് ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത്. നെത്തോലി നമുക്ക് പലതരത്തിലുണ്ടാക്കാം. വറുത്തരച്ച് വയ്ക്കാം, പീര വറ്റിക്കാം. ഞാനിവിടെ തേങ്ങ അരച്ചിട്ടുള്ളതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. നമുക്കതിനുള്ള കൂട്ട് തയ്യാറാക്കാം. ഞാൻ ഒരു ചെറിയ തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ചെറിയ ഉള്ളി, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി, ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ എടുത്താൽ മതി. ഞാൻ മാങ്ങ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നമുക്ക് തരിതരിപ്പായി അരച്ചെടുത്തുകൊണ്ട് വരാം. കഴുകി വൃത്തിയാക്കിയ മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഞാനൊരു പകുതി മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർക്കണം. എല്ലാം കൂടി മിക്സ് ചെയ്യണം. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി അതിലേക്ക് വയ്ക്കാം. ഈ സമയത്ത് മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് കുലുക്കി വയ്ക്കാം. തവി കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവും. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കാം. പുളിയില്ലെങ്കിൽ കുറച്ച് പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പം മീൻ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.